ആ ഷമീറേ, വ്യാഴാഴ്ച കേട്ടോ നമ്മളെ കുട്ടിയുടെ കല്യാണം. അപ്പോൾ ഞങ്ങൾ ബുധനാഴ്ച വൈകുന്നേരമാണ് വരും സാധനം എടുക്കാൻ, സ്വർണ്ണം എടുക്കാൻ. എനിക്ക് ഓർമ്മ ഉണ്ടാകണം, ഇത് മറന്നിട്ടില്ലല്ലോ. പിന്നെ അവനൊരു പാർട്ണർഷിപ്പിലൊരു ചങ്ങായി ഉണ്ട്, അവൻ സമ്മതിക്കുന്നില്ല. ഇപ്പോൾ കച്ചവടം പറ്റ കമ്മിയാണ്. ഇപ്പോഴാണെങ്കിൽ സ്വർണത്തിന് വില കൂടിയും ചെയ്തു. അതാണ് നമുക്കിപ്പോൾ ചെയ്യാൻ കഴിയില്ല ഇഡ്ലി. ആ ഷൗക്കത്താക്ക, നിങ്ങളൊന്നും കരുതരുത് ഇഡ്ലി, അത് വേറെ ജ്വല്ലറി നോക്കിക്കോളെ. അസ്സലാമലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെയാ സുഖത്താക്ക, സുഖല്ലേ? അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. ഷെരീഫെ, എന്നെ ഞാനിപ്പോഴും മനസ്സിൽ കരുതിയിട്ടുള്ളൂ. എന്റെ എൻ്റെ കെയർ ഓഫിൽ വല്ല ജ്വല്ലറിക്കാരും കുറച്ച് ദിവസം പൈസ നിർത്താൻ പറ്റിയ ജ്വല്ലറിക്കാരെങ്കിലും ഉണ്ടോ? ജ്വല്ലറിക്കാരോ? ആ, ഒന്ന് അന്വേഷിച്ചോക്കിച്ച്. ജ്വല്ലറിക്കാര് പറഞ്ഞാൽ ഇപ്പൊ എന്ത് സംഭവം? കല്യാണത്തിന് വേണ്ടിയിട്ടാണേ. അടച്ചോനെ, ഇതിപ്പോ എന്താ ഈ സമയം നല്ല പ്രശ്നമാണ്. സംഗതിയൊക്കെ ശരിയാ, പക്ഷെ സ്വർണത്തിന് ഭയങ്കര റേറ്റ് ആണ് ഇപ്പൊ. എന്താ ഞാൻ ചെയ്യാ? പടച്ചോന് ഒന്ന് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു തന്നാൽ മതിയായിരുന്നു. എന്താ ആരാൻ്റെ കുടിക്ക് പറഞ്ഞേക്കുമ്പോ എന്തെങ്കിലും ഒന്ന് അതിൽ ഇട്ടുകൊടുക്കണ്ടേ? ഒരു വേണ്ടാന്ന് പറഞ്ഞാൽ നമ്മൾ ഇട്ടുകൊടുക്കണല്ലോ. അല്ല, അത് ശരിയാ. നമ്മളെ ഒരു അവസ്ഥ ഇപ്പതല്ലേ. ഷൗക്കത്താക്ക, സ്വർണ്ണം ഇപ്പം നമുക്ക് സംഘടിപ്പിക്കാനേ ഉള്ളൂ. അതിപ്പോൾ നമ്മൾ കരിങ്ങത്താണിക്ക് നമ്മളെ തുണക്കാരനുണ്ട്, ഓനോട് പറഞ്ഞാൽ നമുക്ക് സ്വർണ്ണമൊക്കെ നമുക്ക് കിട്ടും. അന്ന് ഞാൻ നിശ്ചയത്തിൽ ഞാനും നിങ്ങളെ കുടിയിൽ പങ്കെടുത്തിരുന്നല്ലോ. അന്ന് പോലും ഇപ്പം നിങ്ങളോട് സ്വർണം ചോദിച്ചിട്ടൊന്നുമില്ല. അയാളെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ലേ, കാതറാക്കാൻ്റെ മകനല്ലേ നിങ്ങളെ മകളെ കെട്ടുന്നത്. ഇഷ്ടംപോലെ മുതലുള്ള ആൾക്കാരാണ്. ഓൽക്ക് നിങ്ങളെ കുട്ടിനെ പറ്റി അവൻ ഉറപ്പിച്ചു, അല്ലാതെ ഓല് സ്വർണം ചോദിച്ചിട്ടോ കാര്യങ്ങളൊന്നുമില്ല. എന്നാലോടോ എൻ്റെ കുട്ടിനെ ആരാൻ്റെ കൂടി എന്തെങ്കിലും മുതൽ കൊടുക്കണ്ടേ? ഷൗക്കത്താക്ക, സംഗതി ശരിയാണ്. ഒരു കുട്ടിനെ ഇറക്കി വിടുമ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ കുട്ടിക്ക് കൊടുക്കും. അതൊരു സർവ്വസാധാരണ നാട്ടിൽ നടത്തിപ്പാണ്. ഇപ്പോഴത്തെ ആൺകുട്ടികൾ ആരും ഒരു കുട്ടിനെ ചോദിക്കുമ്പോൾ നിങ്ങളെ മകൾക്ക് ഇത്തരവാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഇത്തര പൊന്നുവാണെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു ചെറുക്കനും ഇപ്പോൾ ഒരു പെണ്ണ് കാണില്ല. എൻ്റെ ഒരു ഇതിലിട്ടില്ലേ, ഇനി ഞാൻ മനസ്സിലാക്കിയാണ്. പിന്നെ ഈ സ്വർണം കൊടുക്കാന്നുള്ള സംഗതി ആരുണ്ടാക്കിയതെന്ന് എനിക്കറിയില്ല. പഴയ കാലത്ത് അങ്ങനെ കൊണ്ടുനടക്കുന്ന പരിപാടിയാണ്. പിന്നെ ഈ പെൺകുട്ടികളെ ഇറക്കി വിടുമ്പോൾ നമ്മൾ സ്ത്രീധനം പൊന്നിങ്ങനെ ഏറ്റി കൊടുക്കണുണ്ടല്ലോ, ആ സംഗതി നമ്മളെ മതത്തിൽ ഇസ്ലാമിലില്ല. മനസ്സിലാവുണ്ടോ? ആൺകുട്ടികൾക്കാണ് സ്വർണത്തിനൊക്കെ വില കൂടിയ ബേജാറും ബുദ്ധിമുട്ടും വേണ്ടത്. ഒരു പെൺകുട്ടി ഇല്ല എല്ലാ സ്ഥിതിക്ക് നിങ്ങളിതിൽ സന്തോഷിക്കാൻ വേണ്ടത്. അള്ളാഹു നിങ്ങൾക്ക് ഹൈർ ചെയ്യും. നിങ്ങൾ ആ കാര്യത്തിൽ ഒരു ബേജാറും കരുതണ്ട, കേട്ടില്ലേ? അതൊക്കെ ആ സമയത്തെ അങ്ങനെ നടന്നു പോകും. അതിന് നമ്മൾ മനസ്സിൽ ഇങ്ങനെ ബേജാറ് പെൺകുട്ടിയാണ്, അതൊക്കെ അള്ള നടത്തും. അതിനൊന്നും നിങ്ങൾ ബേജാറാവണ്ട. ഞങ്ങളൊക്കെ ഇവിടെ നാട്ടിൽ കൂടി ഇല്ലേ, എന്താണ് കേട്ടില്ലേ? നിങ്ങൾ ആ കാര്യത്തിലൊന്നും ബേജാറാവണ്ട. ഇൻഷാ അള്ളാഹ് നടക്കും. ആൺകുട്ടികൾക്കാ ഇപ്പൊ പ്രശ്നം, പെൺകുട്ടികൾക്കല്ല. ഇല്ലേ? ഓൾക്ക് എന്തായാലും മഹർ കൊടുക്കൽ നിർബന്ധമാണ്. ഓൽക്കുള്ളൂ പ്രശ്നം. പെൺകുട്ടികളെ കാര്യം ആലോചിച്ചിട്ട് ആരും വിഷമിച്ചു. ഇൻഷാ അള്ളാഹ്. ഞാൻ എനിക്ക് ചെറിയ തിരക്കുണ്ട്, ഞാൻ നിങ്ങളെ കണ്ടപ്പോൾ ഇങ്ങനെ നിന്നാണ് അല്ലേ. അപ്പോൾ അവിടെ പണിക്കാരുണ്ട് പാടത്തോണ്ട് അല്ലേ. കുടിക്കോളി.